ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോൺ ബുക്കിൽ എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ സേവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് പല ഓപ്ഷൻസുകളുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ ഫോൺ ബുക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പ് തുടങ്ങാം. അതായത് നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ ഒരു മെസ്സേജ് അയക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ ആ കസ്റ്റമർ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി പ്രകാരമാണ് നമ്മൾ മെസ്സേജ് അയക്കേണ്ടത്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മളൊരു കോൺടാക്ട് ലിസ്റ്റിൽ, അതായത് നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ്, ഇപ്പോൾ ഡെമോ 1 എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഫോൺ ബുക്ക് എന്ന് പറയുന്ന ഫോൺ ബുക്കിൽ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെമോ 01 എന്ന് പറയുന്ന ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പ് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഡെമോ 01. ഇതിലേക്ക് നമ്മൾ കോൺടാക്റ്റിനെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കസ്റ്റമേഴ്സ്, അതായത് ഇപ്പോൾ ഒരു ഫസ്റ്റ് തുടങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു 50 to 100 അതിൻ്റെ ഇടയിലുള്ള കോൺടാക്ട്സിൽ മാത്രം ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുക. അങ്ങനെ അതേപോലത്തെ ഒരുപാട് ഗ്രൂപ്പുകളിൽ നമ്പർ ഇതാക്കുക. നിങ്ങളുടെ നമ്പേഴ്സ് ബാൻ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സജഷൻ ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി ഇതിലേക്ക് എങ്ങനെ കോൺടാക്റ്റ് ആഡ് ചെയ്യും എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് നോക്കാം. ഇതിൽ ആഡ് കോൺടാക്ട് നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഓപ്ഷൻ വരും. ഇതിൽ കോൺടാക്ട് നെയിം, വേരിയബിൾ 1, വേരിയബിൾ 2 അതേപോലെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യണേക്കാളും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ നമ്പേഴ്സ് മാത്രം ആണെങ്കിൽ ഇമ്പോർട്ട് ബൈ പേസ്റ്റിംഗ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇവിടെ നമ്പേഴ്സ് കാണാൻ പറ്റും. അതായത് ഇവിടെ ഞാനിപ്പോൾ കൺട്രി കോഡ് ആഡ് ചെയ്ത് ഇപ്പോൾ 91 ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ 3 നമ്പറും ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്നിട്ട് ഇത് കോപ്പി ചെയ്യുക, സ്പേസ് ഒന്നും പാടില്ല. എന്നിട്ട് ഈ നമ്പർ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് കഴിഞ്ഞ ശേഷം വാട്സാപ്പ് എടുക്കുക, ഇവിടെ പേസ്റ്റ് യുവർ നമ്പർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇവിടെ ചോദിക്കും സെലക്ട് എ ഫോൺ ബുക്ക് എന്നുള്ളത്. അത് നമ്മൾ ഏത് ഫോൺ ബുക്കിലേക്കാണ് നമ്പർ സേവ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരുപാട് ഫോൺ ബുക്കുകൾ ഉണ്ടെങ്കിൽ അവിടെ ലിസ്റ്റായിട്ട് കാണിക്കും. അപ്പോൾ നമ്മൾ ഒരു ഫോൺ ബുക്ക് മാത്രം, അതായത് ഒരു ഗ്രൂപ്പ് മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ, ഡെമോ 01 എന്ന് പറയുന്നത്. അതപ്പോൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ആഡ് ആയിക്കോളും. ഓക്കെ, ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ ആഡ് ആയിട്ടുണ്ട്. നമ്പർ മാത്രമാണ് നമ്മൾ കൊടുത്തേക്കുന്നത്, ആ നമ്പർ മാത്രം ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു മെത്തേഡ് വരുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ട് ആസ് എ CSV ഫയൽ. നമുക്ക് എക്സലിൻ്റെ CSV ഫയൽ ത്രൂ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ ഡൗൺലോഡ് CSV ഡെമോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എവിടേക്കാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് അത് ചോദിക്കും. എന്നിട്ട് ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞ ശേഷം ആ ഫയൽ ഓപ്പൺ ചെയ്യുക. ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതെല്ലാം റിമൂവ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഫോൺ നമ്പർ കാണാം, നെയിം കാണാം. ഓക്കെ, ഈ ഫോൺ നമ്പറിൻ്റെ അവിടെ നമ്മൾ ഡിലീറ്റ് കൊടുക്കുക. ഡിലീറ്റ് കൊടുത്തതിന് ശേഷം നെയിമിൻ്റെ അവിടെ അതും ഡിലീറ്റ് ചെയ്യുക. ഇനി നമ്പർ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്പേഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ നമ്പർ എന്നിട്ട് നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്യുക. നമ്പർ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫോർമാറ്റ് സെല്ലിൽ കസ്റ്റംസിൽ 0 കൊടുക്കുക. ഓക്കെ, ഓക്കെ, നമ്പർ കൊടുത്തു. ഞാൻ നെയിം 1, നെയിം 2, നെയിം 3 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇത് സേവ് കൊടുത്തിട്ട് യെസ് കൊടുക്കുക. യെസ് കൊടുത്തതിന് ശേഷം നമ്മൾ വാട്സാപ്പിലേക്ക് വരാം. എന്നിട്ട് ഇവിടെ സെലക്ട് CSV ടു ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏത് ഫയലാണോ ആ ഫയൽ പിക്ക് ചെയ്തിട്ട് ഏത് ഫോൺ ബുക്കിലാണെന്നുള്ളത് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നമ്പർ ഇവിടെ ആഡ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, നെയിം 01, 2, 3 എന്ന് പറഞ്ഞിട്ട് ആ നമ്പർ തന്നെ ഇവിടെ വീണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളിത് നെയിം കൊടുക്കാണ്ട് ഇത് ആഡ് ചെയ്യണമെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് പോകും. മനസ്സിലായോ? അപ്പോൾ ഈ നമ്പർ ആഡ് ആവില്ല. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്ന മെത്തേഡ് വരുന്നത്. ഞാനിപ്പോൾ ഇത് റിമൂവ് ചെയ്യണേന്. ഓക്കെ, റിമൂവ് ചെയ്ത് ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അപ്ലോഡ് ബൈ എക്സൽ എന്നുള്ളത്. സെയിം തന്നെ, ഈ CSVയുടെ സെയിം മെത്തേഡ് തന്നെ. അത് ഡൗൺലോഡ് എക്സൽ ഫയൽ എന്ന് പറഞ്ഞിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആ ഫയൽ ഓപ്പൺ ചെയ്യുക. ആ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ഇനേബിൾ എഡിറ്റ് കൊടുക്കുക. ഇനേബിൾ എഡിറ്റ് കൊടുത്തതിന് ശേഷം ഈ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുക. നമ്മളിവിടെ 01, നെയിം 02, 03 എന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ നമ്പർ നമ്മൾ കോപ്പി ചെയ്യുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൺട്രി കോഡ് ആഡ് ചെയ്തിട്ട് വേണം നമ്പർ കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു നമ്പർ ആഡ് ചെയ്ത് ഇപ്പോൾ ഈ നമ്പർ ഞാനിപ്പോൾ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഈ നമ്പർ ആഡ് ചെയ്തതിന് ശേഷം ഇപ്പോൾ എൻ്റെ കൺട്രി കോഡില്ല, ഞാൻ വെറുതെ ഒരു നമ്പർ മാത്രം കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഈ നമ്പറും കൂടി ഞാൻ ടൈപ്പ് ചെയ്യണം, 9447470906. ഈ നമ്പറും കൊടുത്തു. ഇതിൽ കൺട്രി കോഡില്ല. അപ്പോൾ കൺട്രി കോഡ് ആഡ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമുക്കിത് ക്ലിക്ക് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക, എത്ര നമ്പർ ഉണ്ടോ അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, എന്നിട്ട് ഫോർമാറ്റ് സെല്ല് എടുക്കുക, എന്നിട്ട് കസ്റ്റം കൊടുക്കുക, എന്നിട്ട് ഇവിടെ 0 സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഈ 0 ഇവിടെ നിന്ന് കളയാം, കളഞ്ഞിട്ട് 91 ആഡ് ചെയ്യുക, എന്നിട്ട് 0 കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി 91 വന്നോളൂ. ഓക്കെ, ഇങ്ങനെയാണ് കൺട്രി കോഡ് നോർമൽ സിമ്പിളായിട്ടുള്ളൊരു വേ. ഓക്കെ, അപ്പോൾ ഇത് റിമൂവ് ചെയ്യണതാണ്. എന്നിട്ട് ഇത് സേവ് ചെയ്യുക, സേവ് ചെയ്തിട്ട് യെസ് കൊടുക്കുക. യെസ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ സെലക്ട് എക്സൽ ഫയൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, അതിൽ ഏത് സെലക്ട് ഫോൺ ബുക്ക് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, സബ്മിറ്റ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി നമ്പർ ആഡ് ആയിക്കോളും. ഓക്കെ, ഇങ്ങനെയാണ് നമ്പർ വരാം. ഇത് ഞാൻ സാമ്പിൾ ഫയലാണ് അപ്ലോഡ് ചെയ്തത് കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ 00 എന്ന് പറഞ്ഞ് വരുന്നത്. ഇത് ഞാൻ റിമൂവ് ചെയ്ത് കളയണതാണ്. ഓക്കെ, മനസ്സിലായി. നമുക്ക് 4 മെത്തേഡാണ് ടോട്ടൽ വരുന്നത്. 3 മെത്തേഡ് ഞാൻ പറഞ്ഞായിരുന്നു. ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ നെയിമായിട്ട് ആഡ് ചെയ്യുക, ഫോൺ നമ്പർ കൊടുക്കുക, അങ്ങനെ നമ്പർ ആഡ് ചെയ്യുന്ന മെത്തേഡാണ്. അത് നമ്മൾ ഓരോ നമ്പർ ഇങ്ങനെ ഓരോന്നായിട്ട് ടൈപ്പ് ചെയ്യേണ്ടി വരും. മനസ്സിലായി? ഇങ്ങനെയാണ് നമ്പർ ഇതിൻ്റെ ഉള്ളിൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അടുത്ത ഗ്രൂപ്പ്, ഇനിയിപ്പോൾ വേറൊരു ഫോൺ ബുക്കാണ് വേണ്ടതെങ്കിൽ ഡെമോ 02 എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കണതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കുക. അതായത് നിങ്ങളിപ്പോൾ ഒരു ക്യാമ്പയിൻ റൺ ചെയ്യണമെങ്കിൽ ആ ക്യാമ്പയിൻ്റെ പേര്, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഓൺ ഓഫറോ ക്രിസ്മസ് ഓഫറോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം, പ്രശ്നമൊന്നും ഉള്ളതല്ല. ഓക്കെ, അപ്പോൾ ഓരോ ഫോൺ ബുക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫോൺ ബുക്ക് ഇവിടെ ഡെമോ 02 എന്ന് പറഞ്ഞ ഒരു ഫോൺ ബുക്കാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങളുടെ ബിസിനസ് എങ്ങനെയാണോ വരുന്നത് ആ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.